നമ്മുടെ ഹാജിമാർ ഇന്നലെ അറഫയിൽ സമ്മേളിച്ച വാർത്തയാണ് നാം വായിച്ചത്. ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്നലെ അവസാനിച്ചിട്ടുള്ളത്. അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അറഫയെ സംബന്ധിച്ചും മഷ്അറുൽ ഹറാം അഥവാ മുസ്ദലിഫയെ സംബന്ധിച്ചുമെല്ലാം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു വചനമാണ് വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ബഖറയിലെ 198-ാമത്തെ വചനം. ആ വചനമാണ് പ്രാരംഭത്തിൽ ഞാൻ പാരായണം ചെയ്തത്, ഊതിവെച്ചത്. അല്ലാഹു തആല പറയാണ്, 198-ാമത്തെ സൂറത്തുൽ ബഖറയിലെ വചനത്തിൽ അല്ലാഹു പറയാണ്, ലൈസ അലൈക്കും ജുനാഹുൻ അൻ തബ്തഗൂ ഫദ്ലൻ മിർ റബ്ബിക്കും. അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് കാംക്ഷിക്കുക എന്നത് നിങ്ങൾക്ക് കുഴപ്പമുള്ള കാര്യമല്ല. ഹജ്ജ് എന്ന് പറയുന്ന ആത്മീയമായ മഹത്തായ ആരാധനയിൽ പങ്കാളിയാവുമ്പോഴും നിങ്ങൾക്ക് ഭൗതികമായ വ്യവഹാരങ്ങളുടെ ഭാഗമാവുന്നതിന് കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഭൗതികതയും ആത്മീയതയും അതിമനോഹരമായി സമന്വയിപ്പിച്ചിട്ടുള്ള ദർശനമാണ് ഇസ്ലാം. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് പറയാം. തുടർന്ന് ഹജ്ജുമായി ബന്ധപ്പെട്ട് പറയാണ്, فَإِذَا أَفَضْتُم مِّنْ عَرَفَاتٍ فَاذْكُرُوا اللَّهَ عِندَ الْمَشْعَرِ الْحَرَامِ. فَإِذَا أَفَضْتُم مِّنْ عَرَفَاتٍ, നിങ്ങൾ അറഫയിൽ നിന്ന് ഒഴുകിയാൽ, നിങ്ങൾ അറഫയിൽ നിന്ന് പുറപ്പെട്ടാൽ, فَاذْكُرُوا اللَّهَ عِندَ الْمَشْعَرِ الْحَرَامِ, പവിത്രമായ അവബോധങ്ങളുടെ അടുക്കൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ സ്മരിക്കണം. അറഫയിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞാൽ മഷ്അറുൽ ഹറാമിൽ വെച്ച്, മഷ്അറുൽ ഹറാം എന്ന് പറഞ്ഞാൽ പവിത്രമായ അവബോധങ്ങളുള്ള ഇടം എന്നുള്ളതാണ്. മുസ്ദലിഫയെ സംബന്ധിച്ചാണ് മഷ്അറുൽ ഹറാം എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നുണ്ട്. അറഫായിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ടാൽ, നിങ്ങൾ ഒഴുകിയാൽ മുസ്ദലിഫയിൽ വെച്ചുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കണം. ഫദ്കുറൂഹു കമാ ഹദാകും, അല്ലാഹു നിങ്ങളെ നേർവഴിയിലാക്കിയതിന്റെ പേരിൽ നിങ്ങൾ അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കണം. വഇൻ കുൻതും മിൻ ഖബ്ലിഹി ലമിനദ്ദാല്ലീൻ, നേരത്തെ നിങ്ങൾ വ്യക്തമായ വഴികേടിലായിരുന്നു. അതായത് അനിസ്ലാമിക കാലഘട്ടം കഴിഞ്ഞുപോയി. അങ്ങനെ അനിസ്ലാമിക കാലഘട്ടത്തിൽ ജീവിച്ച ഒരുപാട് ആളുകൾ അനിസ്ലാമികമായ ശിർക്ക്പരമായ അന്ധവിശ്വാസങ്ങളിൽ ജീവിച്ച ഒരുപാട് ആളുകൾ അവർ ഇസ്ലാമിലേക്ക് സ്വീകരിച്ചു, അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അവരോട് കൂടിയാണ് ഇതിന്റെ പ്രഥമ സംബോധിതർ എന്ന നിലയ്ക്ക് ഖുർആൻ പറയുന്നത്, നിങ്ങൾ നേരത്തെ വ്യക്തമായ വഴികേടിലായിരുന്നുവെങ്കിലും അള്ളാഹു നിങ്ങളെ നിർവഴിയിലാക്കിയതിന്റെ പേരിൽ നിങ്ങൾ നാഥനെ സ്മരിക്കണം. അറഫായിൽ വെച്ച് നിങ്ങൾ അള്ളാഹുവിനെ സ്മരിച്ചതുപോലെ മുസ്ദലിഫായിൽ വെച്ചുകൊണ്ടും നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കണമെന്ന് ഖുർആൻ പറയാം. സഹോദരങ്ങളെ, അങ്ങനെ അറഫായെ സംബന്ധിച്ചും മുസ്ദലിഫയെ കുറിച്ചുമെല്ലാം ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. അറഫ എന്ന് പറഞ്ഞാൽ അത് ഹജ്ജിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അറഫ എന്ന് പറയുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ കാലം മുതൽ തന്നെ ഹാജിമാർ അറഫായിൽ സമ്മേളിക്കുകയും അവിടെ നിന്ന് മുസ്ദലിഫയിലേക്ക് പോവുകയുമായിരുന്നു പതിവ്. അബ്രഹാം പ്രവാചകന്റെ കാലഘട്ടം മുതൽ തന്നെ അതായിരുന്നു പതിവ്. എന്നാൽ അനിസ്ലാമിക കാലഘട്ടത്തിൽ ഖുറൈശികളും അവരുമായി ബന്ധപ്പെട്ട ചില ഗോത്രങ്ങളും മറ്റുള്ളവരുടെ കൂട്ടത്തിൽ കൂടാതെ തങ്ങൾ കൂടുതൽ യോഗ്യന്മാരും അതേപോലെ തന്നെ തങ്ങൾ കൂടുതൽ വീരന്മാരുമാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി അഹങ്കാരത്തോടുകൂടി അറഫായിൽ സമ്മേളിക്കാതെ മുസ്ദലിഫയിൽ സമ്മേളിക്കുമായിരുന്നു. അന്നത്തെ ആ നിലപാട് ശരിയായിരുന്നില്ലെന്ന് ഖുർആൻ പറയാം. അന്നത്തെ ആ ഖുറൈശികളുടെ അനിസ്ലാമിക കാലഘട്ടത്തിലെ ജിഹാദ് ആ ഒരു നിലപാടുണ്ടല്ലോ, ആ നിലപാട് അത് തെറ്റായിരുന്നു, പൂർണ്ണമായും തെറ്റായിരുന്നു. എന്തോ തരത്തിലുള്ളൊരു വിവേചന ബോധം, ഒരൈത്ത മനസ്സ്, മറ്റുള്ളവരുടെ കൂടെ കൂടാതെയുള്ള ഒരു ഐത്ത മനസ്സ്, അതായിരുന്നു അവരെ അറഫായിലേക്ക് പോവാതിരിക്കാൻ പ്രേരിപ്പിച്ചത്, അറഫായിൽ സമ്മേളിക്കാതിരിക്കാൻ പ്രേരിപ്പിച്ചത്. അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ
തുടർന്നുള്ള വചനം പറയുന്നത് സുമ്മ അഫീളു മിൻ ഹൈസു അഫാളന്നാസ്, പിന്നീട് നിങ്ങൾ ജനങ്ങൾ എവിടെ നിന്നാണോ ഒഴുകിയിട്ടുള്ളത് അവിടെ നിന്ന് തന്നെ നിങ്ങൾ ഒഴുകണം. അറഫായിൽ നിന്ന് തന്നെ നിങ്ങൾ പുറപ്പെടണം. അറഫായിൽ പോകില്ല എന്നുള്ള റൈത്ത മനസ്സ്, വിവേചന മനോഭാവം, മറ്റുള്ളവരുടെ കൂടെ സമ്മേളിക്കേണ്ടുന്നവരല്ല ഞങ്ങളെന്നുള്ള ആ ഒരു ഡിസ്ക്രിമിനേഷൻ, ആ ഒരു വിവേചന ബോധം നിങ്ങൾക്കുണ്ടാവാൻ പാടില്ലെന്ന് പറയാൻ. എവിടെ നിന്നാണോ ജനങ്ങൾ ഒഴുകിയത് അവിടെ നിന്ന് തന്നെ നിങ്ങൾ ഒഴുകണം. വസ്തഗ്ഫിറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് പാപമോചനം ചോദിക്കണം. അല്ലാഹുവിനോട് ധാരാളമായി ഇസ്തിഗ്ഫാർ ഇരക്കണം. അറഫായിൽ വെച്ചും മുസ്ദലിഫായിൽ വെച്ചുമെല്ലാം ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, നിശ്ചയം അല്ലാഹു തആല എല്ലാം പുറത്തു തരുന്നവനും അല്ലാഹു തആല അങ്ങേയറ്റം കരുണാവാരിധിയുമാണെന്ന് ഖുർആൻ പറയാം. അറഫായിൽ നിൽക്കുന്ന ഹാജിമാർക്ക്, ഇന്നലെ നിന്നു നമ്മുടെ ഹാജിമാർ അറഫായിൽ സമ്മേളിക്കുന്ന ഹാജിമാർക്ക് വലിയ പ്രതിഫലമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും വാഗ്ദാനം ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യൻസിലുല്ലാഹു തബാരക വ തആല ഇലസ് സമാഇ ദുനിയാ, അല്ലാഹു തആല ദുനിയാവിനോട് ഏറ്റവും അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരും എന്നുള്ളതാണ്. ആകാശ ഭാഗത്തേക്ക് ഇറങ്ങി വരും. മനുഷ്യർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ആകാശ ഭാഗത്തേക്ക് അല്ലാഹു ഇറങ്ങി വരും. എന്നിട്ട് ഫയുബാഹി ബി അഹ്ലിൽ അർദി അഹ്ലസ് സമാ, ഭൂവാസികളെ പറ്റി ആകാശവാസികളായ മാലാകമാരോട്, മലക്കുകളോട് അല്ലാഹു തആല മേനി പറയുമെന്നാണ്. അല്ലാഹു പറയും, ഉൻളുറു ഇലാ ഇബാദി, ഉൻളുറു, നിങ്ങൾ നോക്കണേ, ഇലാ ഇബാദി, എൻ്റെ അടിമകളിലേക്ക്, ഹാജിമാരിലേക്ക് നിങ്ങൾ നോക്കണേ. ജാഊനി ശഗസൻ ഗബറൻ ദാഹീൻ, ജാഊനി, അവർ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു, ശഗസൻ ഗബറ, പൊടിപുരണ്ട അവസ്ഥയിൽ, മുടി ജട പിടിച്ച അവസ്ഥയിൽ, തികഞ്ഞ വിരക്തിയോടുകൂടി ഇതാ അവരെന്റെ അടുക്കലേക്ക് വന്നിരിക്കുന്നു. ഇന്നവരെ അറഫ മൈതാനിയിൽ സമ്മേളിച്ചിരിക്കുകയാണ്. ദാഹീൻ, എല്ലാം സമർപ്പിച്ചുകൊണ്ട്, മഹാനായ അബ്രഹാം പ്രവാചകന്റെ മാതൃകയിൽ നിന്നുകൊണ്ട് എല്ലാം സമർപ്പിച്ചുകൊണ്ടിതാ അവരെ അറഫ മൈതാനിയിൽ സമ്മേളിച്ചിരിക്കുന്നു. ജാഊ മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, അതിവിദൂര ദിക്കുകളിൽ നിന്നാണ് അവർ വന്നിട്ടുള്ളത്. യർജൂന റഹ്മതി വലം യറൂ അദാബി, അവരെന്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത്. എന്റെ ശിക്ഷയെ അവർ കണ്ടിട്ടില്ല, എന്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ടത്. വിദൂര ദിക്കുകളിൽ നിന്ന് ഈ മൈതാനിയിലേക്ക് അങ്ങേയറ്റത്തെ വിരക്തിയുടെ മനസ്സോടുകൂടി അവർ വന്നിരിക്കുന്നു. ജഡപിടിച്ച ശരീരത്തോടുകൂടി, പൊടിപുരണ്ട ശരീരത്തോടുകൂടി, ജഡപിടിച്ച മുടിയോടുകൂടിയാണ് അവര് വന്നിട്ടുള്ളത്. അവരെ സമ്പൂർണ്ണ സമർപ്പിതരായിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അല്ലാഹു അവരെ സംബന്ധിച്ച് പറയാണ്. അല്ലാഹു പറഞ്ഞതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഹദീസിലൂടെ നമ്മെ അറിയിക്കുകയാണ്. ഫലൗ കാനത് ദുനൂബുകും അദദുർ റംൽ, അവരുടെ പാപങ്ങൾ അത് ഭൂമിയിലെ മണൽ തരികൾ കണക്കെയാണെങ്കിലും, ഔ അദദുൽ ഖത്ർ, അതല്ലെങ്കിൽ ആകാശത്തിൽ നിന്ന് പെയ്തിറങ്ങുന്ന വെള്ളത്തുള്ളികൾ കണക്കെയാണെങ്കിലും, ഔ സുബദുൽ ബഹർ, അതല്ലെങ്കിൽ സമുദ്രത്തിലെ കുമിളകൾ കണക്കെ, അത്രത്തോളം പാപങ്ങൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിലും ലഗഫർതുഹാ, ഞാനത് പുറത്തു കൊടുത്തിരിക്കുന്നു. സഹോദരങ്ങളെ, ഇതാണ് അറഫ മൈതാനിയിൽ സമ്മേളിക്കുമ്പോൾ ഒരു ഹാജി, ഒരു വിശ്വാസി നേടിയെടുക്കുന്ന വിശുദ്ധി എന്ന് പറയുന്നത്. ഇതാര് പറയുന്നതാണ്? ജഗന്നിയന്താവായ അല്ലാഹു പറയുന്നതാണ്. ഇതാരോട് പറയുന്നതാണ്? അല്ലാഹുവിന്റെ സമീപസ്ഥരായ മലക്കുകളോട് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയാണ്. എന്നിട്ട് ഹദീസ് അവസാനിപ്പിക്കുന്ന ഇപ്രകാരമാണ്. അല്ലാഹു പറയുമത്രേ, അഫീദു ഇബാദി, അറഫായിൽ നിൽക്കുന്ന തന്റെ ദാസന്മാരോട് അല്ലാഹു പറയുമത്രേ, എന്റെ അടിമകളെ നിങ്ങൾ ഒഴുകണേ. ഖദ് ഗഫർതു ലക്കും വലിമൻ ശഫഅതും, നിശ്ചയം ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു. നിങ്ങൾ ആർക്കൊക്കെ വേണ്ടിയാണോ ശുപാർശ നടത്തിയിട്ടുള്ളത്, പ്രാർത്ഥിക്കുന്നത്, ആർക്ക് വേണ്ടിയൊക്കെയാണോ നിങ്ങളോട് ദുആക്ക് വസിയത്ത് ചെയ്തിട്ടുണ്ടാവില്ലേ? ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവില്ല. അവർക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു പറയാണ്, നിശ്ചയം നിങ്ങൾക്ക് ഞാൻ പുറത്തു തന്നിരിക്കുന്നു. ആർക്ക് വേണ്ടിയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ശുപാർശ പറയുന്നത്,
അവർക്കും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. സഹോദരങ്ങളെ, ഇതാണ് അറഫാ സംഗമത്തിന്റെ മഹത്വം. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരാഗ്രഹം വേണം, ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഹജ്ജിന് പോകണം, അറഫാ മൈതാനിയിൽ സമ്മേളിക്കണം. അത് വല്ലാത്ത ഒരു ദിനമാണ്, അത് വല്ലാത്ത ഒരു സംഗമമാണ്. ഒരു ഹദീസിലല്ല, ഒരുപാട് വചനങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതാണ്, യൗമു അറഫ വയൗമുൻ നഹർ വഅയ്യാമുത് തശ്രീഖ് ഈദുനാ അഹ്ലുൽ ഇസ്ലാം. അറഫാ ദിനവും അതുപോലെ ബലിപെരുന്നാൾ ദിനവും അതുപോലെ അയ്യാമുത് തശ്രീഖിന്റെ ദിനങ്ങളും വിശ്വാസികളെ, മുസ്ലിങ്ങളെ, നമ്മുടെ ആഘോഷ ദിനങ്ങളാണ്. അറഫാ ദിനം ആത്മീയതയുടെ ആഘോഷത്തിന്റെ ദിനമാണ് അറഫാ ദിനം എന്ന് പറയുന്നത്. ബലിപെരുന്നാൾ പെരുന്നാൾ ആഘോഷത്തിന്റെ ദിനമാണെങ്കിൽ അറഫാ ദിനം ആത്മീയതയുടെ ആഘോഷ ദിനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാൻ, ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ. പ്രാർത്ഥനകളിൽ ഏറ്റവും ഉത്തമമായത് അറഫാ മൈതാനിയിൽ സമ്മേളിച്ചവരുടെ പ്രാർത്ഥനയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടരുകയാണ്, മാ മിൻ യൗമിൻ അക്സറു മിൻ അയ്യഅതികല്ലാഹു അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫാ ദിനത്തെക്കാൾ അല്ലാഹു അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന വേറൊരു ദിനവുമില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എത്രയോ വചനങ്ങളിൽ പ്രവാചകൻ അറഫാ മൈതാനിയുടെ മഹത്വം പറയുകയാണ്, അറഫാ സമ്മേളനത്തിന്റെ മഹത്വം പറയുകയാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഇളാഹ് എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുകയാണ്, നല്ല സമ്പന്നനായ ഒരു മനുഷ്യനോട് ഒരു ദരിദ്രൻ വന്നുകൊണ്ട് ഒരു ദിർഹമിന്റെ 1/6 ചോദിച്ചാൽ, ഒരു ദാനിക് എന്ന് പറഞ്ഞാൽ ഒരു ദിർഹമിന്റെ 1/6 ചോദിച്ചാൽ അത് കൊടുക്കാൻ അയാൾക്ക് വല്ല പ്രയാസം ഉണ്ടാവോ? അതുപോലെയാണ് അറഫാ മൈതാനിയിൽ സമ്മേളിക്കുന്നവർ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ, ഉദാരനായ റബ്ബിനോട് ചോദിക്കുമ്പോൾ റബ്ബിനത് കൊടുക്കാനൊന്നും ഒരു പ്രയാസവും ഉണ്ടാവില്ല. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം റബ്ബ് ഉത്തരം നൽകും. അവരുടെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കും. സഹോദരങ്ങളെ, അള്ളാഹു അവർക്ക് വേണ്ടി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ, നമുക്ക് വേണ്ടി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ, ലോകത്തിന് വേണ്ടി, ലോക മുസ്ലിങ്ങൾക്ക് വേണ്ടി, ലോകത്തെ മർദ്ദിത ജനവിഭാഗങ്ങൾക്ക് വേണ്ടി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളെല്ലാം, അവർ നടത്തിക്കഴിഞ്ഞ പ്രാർത്ഥനകളെല്ലാം അള്ളാഹു പൂർണ്ണമായും സ്വീകരിക്കുമാറാവട്ടെ. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഹജ്ജ് നിർവഹിക്കുവാൻ, അറഫാ മൈതാനിയിൽ സംഗമിക്കുവാൻ നമ്മുടെ കൂട്ടത്തിൽ ഇവിടെ ഇരിക്കുന്നവരും നമ്മോട് ബന്ധപ്പെട്ടവരുമായ മുഴുവൻ ആളുകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, അറഫാ മൈതാനിയുടെ ആത്മീയ പ്രാധാന്യമാണ് നമ്മൾ പറഞ്ഞത്. ആത്മീയ പ്രാധാന്യം മാത്രമല്ല അറഫാ മൈതാനിക്കുള്ളത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ സാമൂഹിക നിർമ്മിതിയുടെ ഫിലോസഫി രൂപപ്പെട്ടത് അറഫായിൽ നിന്നായിരുന്നു. ഒന്നും കൂടി കേൾക്കണം, ഇസ്ലാമിന്റെ സാമൂഹിക നിർമ്മിതിയുടെ ഫിലോസഫി രൂപപ്പെട്ടത് അറഫായിൽ നിന്നായിരുന്നു. അതെങ്ങനെയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഹിജ്റ 10-ാം വർഷം അറഫായിൽ ഹജ്ജിനോടനുബന്ധിച്ച് നടന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഭാഷണം പ്രവാചകന്റെ അവസാനത്തെ പ്രസംഗമായി കണക്കാക്കപ്പെടുന്നു. പ്രവാചകന്റെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തെ വളരെ കൃത്യമായിട്ട് അഭിമുഖീകരിച്ച അവസാന സന്ദർഭം എന്ന് വേണമെങ്കിൽ നമുക്ക് ഖുതുബത്തുൽ വിദാഇനെ വിളിക്കാവുന്നതാണ്. ഹജ്ജത്തുൽ വിദാഇലെ ഖുതുബത്തുൽ വിദാ. സഹോദരങ്ങളെ, അങ്ങനെയാണ് ആ പ്രസംഗം അറിയപ്പെടുന്നത്. ആ പ്രസംഗത്തിൽ വെച്ചാണ് അറബികൾക്ക് മാത്രമല്ല, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, മാനവ സമൂഹത്തിന് തന്നെ അതിജീവനം സാധ്യമാക്കിയ ധാരാളം മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത്. വിശ്വാസികളെ എന്നല്ല ആ പ്രസംഗത്തിൽ ജനങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞത്. അറബികളെ എന്ന് പ്രവാചകൻ വിളിക്കാറുമില്ല, ആ ഒരു ശൈലി പ്രവാചകനില്ല. മുസ്ലിങ്ങളെ എന്നുമല്ല പ്രവാചകൻ ആ പ്രസംഗത്തിൽ ജനങ്ങളെ വിളിച്ചത്, അഭിസംബോധന ചെയ്തത്. മറിച്ച് പ്രവാചകൻ അവിടെ വിളിച്ചത് അയ്യുഹന്നാസ്, മനുഷ്യരെ എന്നാണ്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇസ്മഉ മിന്നി ഉബയ്യിനു ലക്കും, നിങ്ങൾ എന്നിൽ നിന്ന് നല്ലതുപോലെ ചില കാര്യങ്ങൾ കേൾക്കണേ, ഞാൻ നിങ്ങൾക്ക് നല്ലതുപോലെ വ്യക്തമാക്കി തരാം. ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ ഫീ മൗഖിഫി ഹാദാ. ഈ വർഷത്തിന് ശേഷം ഈ സ്ഥാനത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്നെ കണ്ടുമുട്ടാൻ കഴിയുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി കേൾക്കണേ. പിന്നെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹജ്ജിനെ സംബന്ധിച്ച് പറയാൻ അവിടെയും പ്രവാചകൻ യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്നാണ് വിളിക്കുന്നത്. യാ അയ്യുഹന്നാസ് ഖുദൂ അന്നി മനാസിക്കൽ ഹജ്ജ്,
മനുഷ്യരെ, ഹജ്ജിന്റെ ചടങ്ങുകൾ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കണേ. ഈ വർഷത്തിന് ശേഷം ഞാനൊരു ഹജ്ജ് കൂടി ചെയ്യുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് റസൂലുള്ള ഹജ്ജിനെ സംബന്ധിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്. മനുഷ്യന്റെ എന്തെല്ലാം അവകാശങ്ങളുണ്ടോ ആ അവകാശങ്ങളിൽ മിക്കതിലും സ്പർശിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രഭാഷണത്തിന് മുന്നോട്ട് വന്നത് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. മനുഷ്യന്റെ ജീവൻ, അവന്റെ സമ്പത്ത്, അവന്റെ രക്തം പവിത്രമാണ്, അവന്റെ അഭിമാനം പവിത്രമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ വ്യക്തമായ മനോഹരമായ ചരിത്രത്തിന്റെ തങ്കലിപികളിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു പ്രഖ്യാപനമായിരുന്നു മനുഷ്യന്റെ രക്തം, അവന്റെ സമ്പത്ത്, അവന്റെ അഭിമാനം പവിത്രമാണ്. റസൂലുള്ളാഹി വാക്ക് പറഞ്ഞത്, ആ പ്രഖ്യാപനം നടത്തിയത് അറഫ മൈതാനിയിൽ വെച്ചാണ്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന് തന്നെയാണ് റസൂലുള്ളാഹി വിളിച്ചത്. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, മനുഷ്യരെ. അയ്യു യൗമിൻ ഹാദാ, പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുകയാണ്, ഇതേത് ദിവസമാണ്? ഖാലൂ, അവര് പറഞ്ഞു, സമ്മേളിച്ച ആളുകൾ പറഞ്ഞു, യൗമുൻ ഹറാം, ഇത് പവിത്രമായ ദിവസമാണ്. അയ്യു ബലദിൻ ഹാദാ, ഇതേത് നാടാണ്? ഞാൻ നിങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന നാട് ഏത് രാജ്യമാണ്? ഖാലൂ ബലദുൻ ഹറാം, ഇത് പവിത്രമായ രാജ്യമാണ്. ഫഅയ്യു ഷഹ്റിൻ ഹാദാ, ഇതേത് മാസമാണ്? ഖാലൂ, അവര് പറഞ്ഞു, ഷഹ്റുൻ ഹറാം, ഇത് പവിത്രമായ മാസമാണ്. ഇതേത് ദിവസമാണ്? പവിത്രമായ ദിവസമാണ്. ഇതേത് മാസമാണ്? ഇത് പവിത്രമായ മാസമാണ്. ഇത് ഏത് നാടാണ്? ഇത് പവിത്രമായ മക്ക നാടാണ്, മക്ക രാജ്യമാണ് അവര് പറഞ്ഞു. തുടർന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വർത്തമാനമാണ്, എങ്കിൽ നിങ്ങൾ കേൾക്കണേ. ഫഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാദക്കും അലൈക്കും ഹറാമുൻ കഹുർമതി യൗമിക്കും ഹാദാ ഫി ബലദിക്കും ഹാദാ ഫി ശഹരിക്കും ഹാദാ. ഈ മാസത്തിന്റെ പവിത്രത പോലെ, ഈ നാടിന്റെ പവിത്രത പോലെ, ഈ ദിവസത്തിന്റെ പവിത്രത പോലെ മനുഷ്യന്റെ ജീവൻ, അവന്റെ സമ്പത്ത്, അവന്റെ അഭിമാനം പവിത്രമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതേതുപോലെ ഈ ദുൽഹജ്ജ് മാസത്തിന്റെ പവിത്രത പോലെ, ഈ മക്ക രാജ്യത്തിന്റെ പവിത്രത പോലെ, ഈ ഹജ്ജ് നാളുകളുടെ അറഫ ദിനത്തിന്റെ പവിത്രത പോലെ മനുഷ്യന്റെ രക്തവും അവന്റെ സമ്പത്തും അവന്റെ അഭിമാനവും പവിത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ മൈതാനിയിൽ വെച്ച് പറയാം. സഹോദരങ്ങളെ, മനുഷ്യന്റെ ജീവൻ പിച്ചി ചീന്തിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫലസ്തീനിലെ കൊച്ചു കുഞ്ഞുങ്ങളുടെ ജീവന് ഒരു വിലയുമില്ലാതായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സഹോദരങ്ങളെ, മനുഷ്യന്റെ രക്തം പവിത്രമാണെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനം ഒരു തവണ എന്നല്ല 1000 തവണ ലോകത്ത് ഇനിയും ആവർത്തിക്കണം നമ്മൾ. ഫലസ്തീനിൽ മാത്രമല്ല, കൊലപാതകങ്ങൾ ലോകത്ത് എന്നും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, മനുഷ്യന്റെ രക്തദാഹം അവസാനിക്കുന്നില്ല. ഇവിടെയാണ് മനുഷ്യന്റെ രക്തം പവിത്രമാണ് എന്നെന്നും പ്രസക്തമായ വചനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മനുഷ്യന്റെ സമ്പത്ത് പവിത്രമാണ്. ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് എന്നും തുടരുകയാണ്. വീടുകൾ തകർക്കുന്നു, മനുഷ്യന്റെ സ്വത്തുവകകൾ തകർക്കുന്നു. നമ്മുടെ രാജ്യത്ത് പോലും അത് സംഭവിക്കുകയാണ്. മനുഷ്യന്റെ സമ്പത്ത് പവിത്രമാണെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറഫായിലെ പാഠങ്ങൾ ലോകത്തെ ഇനിയും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. മനുഷ്യന്റെ അഭിമാനം പവിത്രമാണ്. സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ട്രോളുകൾ, നവസാമൂഹിക മാധ്യമങ്ങളുടെ കാലത്ത് പരിഹാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിഹാസത്തിൽ നിന്നും പരദൂഷണത്തിൽ നിന്നുമെല്ലാം സ്വയം വിട്ടുനിൽക്കുകയും അതോടൊപ്പം തന്നെ ജനങ്ങളെ അതിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യണം. കാരണം മനുഷ്യന്റെ അഭിമാനം പവിത്രമാണെന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനമാണ്. സഹോദരങ്ങളെ, വിവേചനങ്ങളില്ലാത്ത ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഏറ്റവും വലിയ ഒരു സുവർണ പ്രഖ്യാപനമുണ്ടല്ലോ, ആ പ്രഖ്യാപനവും ഹജ്ജത്തുൽ വിദാഇലെ ഖുത്ബത്തുൽ വിദാഇൽ നിന്നുള്ളതാണ്.
അറഫ മൈതാനിയിൽ വെച്ചുകൊണ്ട് റസൂലുള്ള പ്രഖ്യാപിച്ചതാണ്. അവിടെയും യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്നാണ് റസൂലുള്ള വിളിച്ചത്. ജനങ്ങളെ, അലാ ഇന്ന റബ്ബക്കും വാഹിദ് വ ഇന്ന അബാക്കും വാഹിദ് ലാ ഫളല ലിഅറബിയ്യിൻ അലാ അജമിയ്യിൻ വലാ ലിയഹ്മറ അലാ അസ്വദ വലാ ലിയസ്വദ അലാ അഹ്മറ ഇല്ലാ ബിത്തഖ്വാ. ഒരു അറബിക്കും അനറബിയേക്കാൾ, ഒരു ചുവന്നവനും കറുത്തവനേക്കാൾ, ഒരു വെളുത്തവനും കറുത്തവനേക്കാൾ യാതൊരു മഹത്വവുമില്ല എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവേചനത്തിനെതിരായിട്ടുള്ള സമത്വ പ്രഖ്യാപനമുണ്ടല്ലോ, ആ പ്രഖ്യാപനം റസൂലുള്ള നടത്തിയതും ഹജ്ജത്തുൽ വിദാഇലെ ഖുത്ബത്തുൽ വിദാഇൽ വെച്ച് അറഫ മൈതാനിയിൽ വെച്ചായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങളെ, പുരോഗമന പരിഷ്കൃത സമൂഹം, ഉത്തരാധുനിക സമൂഹം എന്നെല്ലാം പറയുമ്പോഴും വർണ്ണവിവേചനവും ജാതീയമായ ഉച്ചനീചത്വങ്ങളും എന്നും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവേചനങ്ങൾക്കെതിരെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറഫായിലെ പ്രഖ്യാപനങ്ങൾക്ക് എന്നും എന്നും നിത്യപ്രസക്തിയുണ്ട് എന്ന് ലോകത്തോട് പറയാൻ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, പലിശയും സാമ്പത്തിക ചൂഷണങ്ങളുമില്ലാത്ത ഒരു ലോകക്രമത്തെ സൃഷ്ടിക്കണമെന്ന് അറഫായിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘദർശനം ചെയ്തു. പ്രവാചകന്റെ പ്രസംഗത്തിൽ പലിശക്കെതിരെയുള്ള കൃത്യമായ സന്ദേശം കടന്നു വന്നു എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്ന കുല്ല റിബാ മൗദൂഅ്, നിശ്ചയം എല്ലാ പലിശയെയും ഞാൻ ദുർബലപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി പലിശ എന്നുള്ള വർത്തമാനം നിങ്ങൾ പറഞ്ഞേക്കരുത്. പലിശയെ മുഴുവൻ ദുർബലപ്പെടുത്തിയിരിക്കുകയാണ്. വലക്കും റൂസു അംവാലിക്കും, നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൂലധനം മാത്രം തിരിച്ചു വാങ്ങാവുന്നതാണ്. ലാ തളിമൂന വലാ തുളമൂൻ, നിങ്ങൾ അക്രമം ചെയ്യാൻ പാടില്ല, നിങ്ങളോട് ആരും അക്രമം അങ്ങോട്ടും ചെയ്യാൻ പാടില്ല. ഖലല്ലാഹു അല്ലാ റിബ, പലിശ പാടില്ലെന്ന് അല്ലാഹു വിധിച്ചിരിക്കുന്നു. വയന്ന റിബ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് മൗദൂഅ്, ഞാൻ ആദ്യമായിട്ട് ദുർബലപ്പെടുത്തുന്ന പലിശ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന്റെ പലിശ തന്നെയാണ്. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന്, എന്റെ പിതൃവ്യ പുത്രന് ആരെങ്കിലും പലിശ ഇനത്തിൽ വല്ലതും കൊടുക്കാനുണ്ടെങ്കിൽ ഇനി കൊടുക്കണ്ട, മൂലധനം മാത്രം നിങ്ങൾ ആളുകൾക്ക് തിരിച്ചു കൊടുത്താൽ മതി. പലിശ ഇനി ഇവിടെ പാടില്ല, പലിശ സമൂഹത്തിൽ പാടില്ല. പലിശക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനം നടന്ന സന്ദർഭം കൂടിയായിരുന്നു. പലിശക്കെതിരെയുള്ള ഖുർആനിക വചനങ്ങളുടെ പ്രായോഗികമായ ഏറ്റവും നല്ല ആവിഷ്കാരം നടന്ന ഒരു സന്ദർഭം കൂടിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ മൈതാനിയിൽ ഒരുക്കിയത് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, പലിശയും സാമ്പത്തിക ചൂഷണങ്ങളുമെല്ലാം ഇന്നും നമ്മിൽ പലരെയും പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. മിക്കപേർക്കും പലിശയുടെ കാര്യത്തിൽ ഒരു സൂക്ഷ്മതയുമില്ല. നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ഹജ്ജുമുണ്ട്, പക്ഷേ പലിശയുടെ കാര്യത്തിൽ സൂക്ഷ്മതയില്ല. വീട് വെക്കാൻ, വാഹനം വാങ്ങാൻ, കച്ചവടം തുടങ്ങാൻ, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക്, വീട്ടിലേക്ക് ഉപകരണങ്ങൾ വാങ്ങാൻ എല്ലാം ലോൺ എടുക്കുകയാണ്. പലിശയോടെയാണ് അടക്കുന്നത്. പലിശ പാടില്ല, പലിശയോട് ബന്ധപ്പെടാൻ പാടില്ല. പലിശ 7 വൻദോഷങ്ങളിലൊന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 7 വൻദോഷങ്ങളിലൊന്നാണ് പലിശ എന്ന് പറയുന്നത്. അത് കൊടുക്കാനും പാടില്ല, അത് വാങ്ങാനും പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഗൗരവത്തിൽ തന്നെ പലിശ വിരുദ്ധമായ നിലപാടുകൾ വിശ്വാസികൾക്ക് വേണം എന്നുള്ളതാണ്. സ്ത്രീകളുടെ അവകാശങ്ങളെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രഭാഷണത്തിൽ പിന്നീട് വ്യക്തമാക്കുന്നത്. ഇത്തഖുല്ലാഹ ഫിന്നിസാ, മനുഷ്യരെ, ജനങ്ങളെ, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ നല്ലതുപോലെ സൂക്ഷിക്കണേ. ഫഇന്നകും അഖതുമൂഹുന്ന ബിയമാനത്തില്ലാഹ്, അള്ളാഹുവിന്റെ അമാനത്തനുസരിച്ചാണ് നിങ്ങൾ അവരെ നിങ്ങളുടെ കുടുംബിനികളായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. വസ്തഹലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാഹ്, അള്ളാഹുവിന്റെ വചനപ്രകാരമാണ് അവരുമായുള്ള ശാരീരിക ബന്ധം നിങ്ങൾക്ക് അനുവദനീയമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അവരോട് നിങ്ങൾക്ക് ബാധ്യതയുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം. വലക്കും അലൈഹിന്ന ഹഖ്വൻ വലഹുന്ന അലൈക്കും ഹഖ്വൻ, അവർക്ക് നിങ്ങളോട് ബാധ്യതയുള്ളതുപോലെ നിങ്ങൾക്ക് അവരോടും ബാധ്യതയുണ്ട്. വമിൻ ഹഖിക്കും അല്ലാ യൂതഅന ഫുർശക്കും മൻ തക്റഹൂൻ, മറ്റുള്ളവരെ നിങ്ങളുടെ വിരിപ്പിൽ ചവിട്ടാൻ അനുവദിക്കാതിരിക്കുക എന്നതാണ് അവരുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. വലാ യഅസീനകും ഫീ മഅറൂഫ്, ഒരു നല്ല കാര്യത്തിലും നിങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കാതിരിക്കുക എന്നതാണ് അവരുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. എന്നാൽ അറിയണം, ഫഇൻ ഫഅൽന ഫലഹുന്ന റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്, ആ കാര്യങ്ങൾ, ആ നിലപാടുകൾ അവർ സ്വീകരിച്ചു കഴിഞ്ഞാൽ, ആ കാര്യങ്ങൾ അവർ ചെയ്താൽ അവർക്ക് ഭക്ഷണവും വസ്ത്രവും മറ്റെല്ലാ
ഉത്തരവാദിത്തങ്ങളും മറ്റെല്ലാ ബാധ്യതകളും മറ്റെല്ലാ അവകാശങ്ങളും നിങ്ങൾ പൂർണ്ണമായും ന്യായമായും പൂർത്തീകരിച്ചു കൊടുക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. സഹോദരങ്ങളെ, സ്ത്രീധനത്തിന്റെയും മറ്റും പേരിൽ ഗാർഹിക പീഡനങ്ങളും കൊലപാതകങ്ങളും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള അറഫായിലെ പ്രവാചക ശബ്ദം പ്രസക്തമാവുന്നത്. തുടർന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസ്തൗസൂ ബിന്നിസാഇ ഖൈറാ, സ്ത്രീകളോട് നല്ലത് മാത്രം പ്രവർത്തിക്കണേ, നല്ല നിലയിൽ മാത്രം ഇടപഴകണേ എന്ന് ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയാണ്. തുടർന്ന് പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ ഭൃത്യന്മാരെ, നിങ്ങളുടെ സേവകരെ നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. നിങ്ങൾ ഭക്ഷിക്കുന്നതിൽ നിന്ന് അവർക്കും നിങ്ങൾ ഭക്ഷിക്കാൻ നൽകണം. നിങ്ങൾ ധരിക്കുന്നത് പോലുള്ള മാന്യമായ വസ്ത്രം നിങ്ങൾ അവരെയും ധരിപ്പിക്കണം. അങ്ങനെ മനുഷ്യ ജീവിതത്തിന്റെ സമഗ്ര മേഖലയിലെ അവകാശങ്ങളെയും സ്പർശിക്കുന്ന രീതിയിലുള്ള പ്രഭാഷണമാണ് അറഫായിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത്. പ്രവാചകന്റെ വിടവാങ്ങൽ പ്രസംഗമായിരുന്നു. ആ പ്രസംഗം കേട്ടിട്ടെങ്കിലും ലോകം മനസ്സിലാക്കണം, ഇത് കേവലം ഒരു ആത്മീയ ദർശനമല്ല, ഇത് മനുഷ്യന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന ദർശനമാണ്. ഇതിൽ സാമ്പത്തിക മേഖലയെ സ്പർശിക്കുന്ന കാര്യങ്ങളുണ്ട്, ഇതിൽ സാമൂഹിക മേഖലയെ സ്പർശിക്കുന്ന കാര്യങ്ങളുണ്ട്, ഇതിൽ സ്ത്രീകളടക്കം മനുഷ്യരിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും അവകാശങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഈ ദീനിലുണ്ട്. സഹോദരങ്ങളെ, ഇത് പ്രവാചകന്റെ ഹജ്ജത്തുൽ വിദാഇലെ അറഫ പ്രഭാഷണം കേൾക്കുമ്പോൾ വളരെ കൃത്യമായും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം ലോകത്ത് നടന്നത് നമുക്കറിയാം 948 ഡിസംബർ 10 പാരീസിൽ ചേർന്ന UN ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ വെച്ചായിരുന്നു. പക്ഷേ UN പ്രഖ്യാപനങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെയാണ് നമ്മളൊക്കെ കാണുന്നത് പോലെ ഫലസ്തീൻ മക്കൾ, ഗസയിലെ കുഞ്ഞുങ്ങൾ, അവിടുത്തെ സ്ത്രീകൾ ഇങ്ങനെ ക്രൂരമായ പീഡനങ്ങൾക്കിരയായിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം പ്രവാചകന്റെ പ്രഖ്യാപനങ്ങളെ, ഇസ്ലാമിന്റെ പ്രഖ്യാപനങ്ങളെ ഇസ്ലാം ബന്ധിപ്പിച്ചിട്ടുള്ളത് പരലോകവുമായാണ്. പരലോകവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ലോകത്ത് നടന്ന മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന കൃത്യമായ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന നിലയ്ക്ക് ഒന്നാമത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നില്ല. കാരണം പ്രവാചകന്മാർ അത് ഒരു തുടർച്ചയാണ്. മുൻകഴിഞ്ഞ പ്രവാചകന്മാർ മനുഷ്യന്റെ അവകാശങ്ങൾക്ക് വേണ്ടി തന്നെയാ സംസാരിച്ചത്. അതുകൊണ്ട് ഒന്നാമത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ അതിൽ എത്രത്തോളം വ്യക്തതയുണ്ടാവുമെന്ന് അറിഞ്ഞുകൂടാ. കാരണം പ്രവാചകന്മാർ, മുൻകഴിഞ്ഞ മുഴുവൻ പ്രവാചകന്മാരും ആദം അലൈഹിസ്സലാം തൊട്ട് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും മനുഷ്യന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ശബ്ദിച്ചത്. അള്ളാഹുവോടുള്ള അവകാശം നിങ്ങൾ പൂർത്തീകരിക്കുക, തുടർന്ന് മനുഷ്യരോടുള്ള അവകാശങ്ങൾ പൂർത്തീകരിക്കുക. അതേസമയം തന്നെ പരലോകവുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രവാചകന്മാരുടെ തുടർച്ചയായ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളുടെ പരിസമാപ്തിയായിരുന്നു ഹജ്ജത്തുൽ വിദാഇൽ നടന്നത്, അറഫ മൈതാനിയിൽ വെച്ച് നടന്നത് എന്ന് വളരെ കൃത്യമായും വ്യക്തമായും നമുക്ക് പറയാൻ കഴിയുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളെ പരലോകവുമായിട്ടാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത് ഇസ്ലാം. സഹോദരങ്ങളെ, നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതായത് അബൂ മസ്ഊദ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ തന്റെ ഭൃത്യനെ ഇങ്ങനെ മർദ്ദിക്കുകയാണ്, ശിക്ഷിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ മസ്ഊദ്, താങ്കൾ വലിയവനാണെങ്കിൽ, വലിയൊരാളാണ് എന്നുള്ള ചിന്തയിലാണ്, അഹങ്കാരത്തോടു കൂടിയാണ് താങ്കൾ ഇത് ചെയ്യുന്നത്. താങ്കൾ വലിയവനാണെങ്കിൽ താങ്കളെക്കാൾ വലിയവനാണ് അല്ലാഹു എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടാവണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അബൂ മസ്ഊദ് അതിൽ നിന്ന് പിന്തിരിയുക മാത്രമല്ല, തന്റെ ഭൃത്യനെ, തന്റെ അടിമയെ മോചിപ്പിച്ചു എന്നാണ് ചരിത്രം. സഹോദരങ്ങളെ, ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ല കാര്യമാണ് അബൂ മസ്ഊദ് നീ നിർവഹിച്ചത്, അല്ലെങ്കിൽ നരകത്തിന്റെ തീയിൽ താങ്കൾ വെന്ത് കരിയുമായിരുന്നു, അല്ലെങ്കിൽ നരകത്തിന്റെ തീയിൽ താങ്കൾ വെന്ത് കരിയുമായിരുന്നു. ഇങ്ങനെയാണ് ഇസ്ലാം മനുഷ്യാവകാശത്തെ പരലോകവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ളത്. അതാണ് ഇസ്ലാമിന്റെ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. കുഴിച്ചു മൂടപ്പെടുന്ന പെൺകുട്ടി ചോദിക്കപ്പെടും, എന്ത് തെറ്റിന്റെ പേരിലാണ് ഞാൻ കുഴിച്ചു മൂടപ്പെട്ടത്? നാളെ ചോദിക്കപ്പെടുമെന്ന, റബ്ബിന്റെ കോടതിയിൽ ചോദിക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോഴാണ് അറബികൾ ആ ക്രൂരതയിൽ നിന്ന് പിന്മാറിയത്. ചില ഗോത്രങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടായി, നമുക്കറിയാം ചരിത്രം. പരലോകവുമായിട്ടാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, കേവലം ഒരു ആത്മീയ പ്രഭാഷണമായിരുന്നു, ഒരു ആത്മീയ പ്രഭാഷണമായിരുന്നു
അറഫ പ്രഭാഷണം എന്ന് നമുക്ക് പരിമിതപ്പെടുത്താൻ കഴിയില്ല. എന്നൊരു പക്ഷേ ആ ഒരു രീതിയിലേക്കൊക്കെ അറഫ പ്രഭാഷണങ്ങൾ ചുരുങ്ങുന്നുണ്ടാവും പല ഘട്ടങ്ങളിലും. അതിന് പല കാരണങ്ങളും ഉണ്ടാവും. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറഫ പ്രഭാഷണം ഇസ്ലാമിന്റെ സമഗ്രതയും സമ്പൂർണതയും ഇസ്ലാമിന്റെ വിമോചന പരതയും ഊന്നിപ്പറയുന്ന ഒരു പ്രസംഗം തന്നെയായിരുന്നു. ആ പ്രസംഗത്തിന്റെ പരിസമാപ്തി എന്നോണം ഈ ദീനിനെയും ഈ ദീൻ മുന്നോട്ട് വെക്കുന്ന മനുഷ്യാവകാശങ്ങളെയും ഞാൻ നിങ്ങൾക്ക് നല്ലതുപോലെ എത്തിച്ചു തന്നിട്ടില്ലേ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. അലാ ഹൽ ബല്ലഗതു, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ സദസ്സ് ഒന്നടങ്കം പറഞ്ഞു, അന്നക ഖദ് ബല്ലഗത വ അദ്ദൈത വ നസഹ്ത. നിശ്ചയം പ്രവാചകരെ, താങ്കൾ ഈ ദീനിന്റെ സന്ദേശം ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. താങ്കൾ താങ്കളുടെ ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. താങ്കൾ ഞങ്ങളോട് ഗുണകാംക്ഷ വെച്ച് പുലർത്തിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ആകാശത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ രണ്ട് വിരലുകളും ചൂണ്ടിക്കൊണ്ട് പറയാണ്, അല്ലാഹുമ്മ അശ്ഹദ്, പടച്ചവരെ നീ സാക്ഷിയാണ്, നീ സാക്ഷിയാണ് നാഥ. ഈ ദീനിന്റെയും ഈ ദീൻ മുന്നോട്ട് വെക്കുന്ന മനുഷ്യാവകാശങ്ങളുടെയും സാക്ഷിയായി മാറാൻ സഹോദരങ്ങളെ നമുക്കും സാധ്യമാവണം എന്നുള്ളതാണ്. ഈ ദീനിന്റെയും ഈ ദീൻ മുന്നോട്ട് വെക്കുന്ന മനുഷ്യാവകാശങ്ങളുടെയും പ്രചാരകരാവുക എന്നതോടൊപ്പം തന്നെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്ന ആളുകളായി മാറാൻ നമുക്ക് സാധ്യമാവണം എന്നുള്ളതാണ്. മനുഷ്യാവകാശങ്ങളൊക്കെ പ്രസംഗിക്കാൻ വളരെ ഭംഗിയുള്ളതാണ്. പക്ഷെ അത് നമ്മുടെ കുടുംബം മുതൽ പ്രയോഗവൽക്കരിച്ച് തുടങ്ങേണ്ടതാണ്. അതുകൊണ്ട് അത് പ്രാവർത്തികമാക്കേണ്ടുന്ന ആളുകളാണ്. എല്ലാവരോടും ബാധ്യതയുണ്ട്. സ്ത്രീകളോടുണ്ട്, കുഞ്ഞുങ്ങളോടുണ്ട്, കുടുംബത്തിലെ എല്ലാവരോടുമുണ്ട്, ഭൃത്യരോടുണ്ട്, സേവകരോടുണ്ട്. എല്ലാവരോടുമുള്ള ബാധ്യതകൾ നിറവേറ്റുക, പലിശയടക്കമുള്ള സാമ്പത്തിക തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുക, വിവേചനങ്ങളില്ലാതെ ആളുകളോട് പെരുമാറുക. അതോടൊപ്പം തന്നെ മനുഷ്യന്റെ ജീവനും സ്വത്തിനും അതുപോലെ അഭിമാനത്തിനും വില കൽപ്പിച്ച അറഫയുടെയും ഹജ്ജത്തുൽ വിദാഇന്റെയും സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ.